ദർശന സർവീസ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന മനസ്സിൽ നിന്ന് ഒരു കഥ എന്ന ചെറുകഥ എന്ന ആവിഷ്കാര മത്സരത്തിൽ കഥ പറയുന്നത് ലിജി അങ്കമാലി. ഹായ്, നമസ്കാരം കൂട്ടുകാരെ. നമുക്കൊരു കൊച്ചു കഥയിലേക്ക് കടക്കാം. ഈ പ്രശാന്തസുന്ദരമായ കൊച്ചു കേരളത്തിൽ ഇത്തരം കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിൽ നിത്യേന നമ്മൾ കാണുന്നതാണ്. എൻ്റെ ഈ ചെറുകഥയുടെ പേര് അപ്പൂപ്പൻ താടി പോലെ. പ്രശാന്തസുന്ദരമായ എൻ്റെ നാട്ടിൽ, എല്ലാ നാട്ടിലും കാണുന്നത് പോലെ എൻ്റെ അയൽവക്കത്ത് ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ദാമു. വാ തുറന്നാൽ കളവ് പറയുവാനും ഭക്ഷണം കഴിക്കുവാനും മാത്രമേ അദ്ദേഹം വാ തുറക്കൂ. പല കുടുംബങ്ങളെപ്പറ്റി പരദൂഷണം പറയലും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ. ഒരു ദിവസം ഒരു കുടുംബത്തിലെ ഒരു കൊച്ചിനെക്കുറിച്ചെങ്കിലും അയാൾക്ക് പരദൂഷണം പറഞ്ഞില്ലെങ്കിൽ ഉറക്കം കിട്ടില്ല എന്ന അവസ്ഥ വന്നു. അയൽവാസികളും വീട്ടുകാരുമൊക്കെ വെറുക്കുന്ന ഒരവസ്ഥയായി മാറി ദാമുവും കുടുംബവും. ദാമുവിന് 4 ദിവസം പണിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട് മുഴുപട്ടിണിയിലാണ്. അങ്ങനെയിരിക്കുമ്പോൾ ആരും സഹായിക്കാൻ ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര നിരാശ തോന്നി. അങ്ങനെ ദാമുവിൻ്റെ ഭാര്യ അടുത്തുള്ള ഒരു ആശ്രമത്തിൽ പോയി ഒരു സ്വാമിജിയെ കണ്ടു. അദ്ദേഹത്തോട് ദാമുവിൻ്റെ ഭാര്യ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആശ്രമത്തിലെ സ്വാമിജി ദാമുവിൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങൾ നാളെ വരുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ കൂട്ടി വരൂ. അങ്ങനെ പിറ്റേ ദിവസം ഭാര്യ ദാമുവിനോട് പറഞ്ഞു, നമുക്ക് ഒരു വഴിക്ക് പോകാനുണ്ട്, ഒരു സ്വാമിജിയെ കാണാനാണ്. അങ്ങനെ ദാമുവിനെ കൂട്ടിക്കൊണ്ട് ഭാര്യ ആശ്രമത്തിൽ ചെന്നു. അവർ സ്വാമിജിയെ കണ്ടു. സ്വാമിജി അവരോട് ഇരിക്കാൻ പറഞ്ഞു. അവർ അവിടെ ഇരുന്നു. സ്വാമിജിയുടെ പൂജകളും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ദാമുവിനെ കൂട്ടി അദ്ദേഹം അടുത്തുള്ള ഒരു അങ്ങാടിയിൽ ചെന്നു. 4 കൂടിയ ഒരു കവലയിൽ. 4 കൂടിയ കവലയിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കാറ്റും പ്രശാന്തസുന്ദരമായ നാടായതുകൊണ്ട് നല്ല കാറ്റുമുള്ള സ്ഥലമായിരുന്നു. സ്വാമിജിയുടെ കയ്യിൽ എന്തോ ഒരു പൊതിയുണ്ട്. ആ 4 കൂടിയ കവലയിൽ ചെന്നപ്പോൾ സ്വാമിജിയുടെ കയ്യിലുണ്ടായിരുന്ന പൊതി കെട്ടഴിച്ചു. ദാമുവിൻ്റെ മുമ്പിൽ വെച്ച് ആ പൊതിയിൽ ഉണ്ടായിരുന്ന അപ്പൂപ്പൻ താടികൾ ഈ സ്വാമിജി കാറ്റിൽ പറത്തി. കാറ്റിൽ പറത്തിയ ആ സമയം തന്നെ അപ്പൂപ്പൻ താടികൾ പല വഴിക്കുമായി പാറിയും പൊങ്ങിയുമായി പോയി. ദാമു ഇതെല്ലാം നോക്കി നിൽക്കുന്ന സമയത്ത് സ്വാമിജി പറഞ്ഞു, മോനെ, ഞാൻ ഇപ്പോൾ കാറ്റിൽ പറത്തിവിട്ട അപ്പൂപ്പൻ താടികളെല്ലാം പെറുക്കി നീ കൊണ്ടുവരണം. ഞാൻ ആശ്രമത്തിൽ ഉണ്ടാകും. സന്ധ്യ മയങ്ങുന്നതിന് മുമ്പേ നീ ആശ്രമത്തിൽ എത്തണം എന്നും പറഞ്ഞുകൊണ്ട് സ്വാമിജി ആശ്രമത്തിൽ പോയി. ദാമു സ്വാമിജി വിട്ട അപ്പൂപ്പൻ താടികൾ ഓരോന്നായി പെറുക്കാൻ തുടങ്ങി. 5 or 10 അപ്പൂപ്പൻ താടികൾ അദ്ദേഹത്തിന് കിട്ടി. ബാക്കിയെല്ലാം കാറ്റിൽ പറന്നുപോയി. സന്ധ്യ മയങ്ങുന്നതിന് മുമ്പേ അദ്ദേഹം ആശ്രമത്തിൽ ചെന്നു. സ്വാമിജി ദീപാരാധന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ സ്വാമി ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. ഞാൻ മോനെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നല്ലോ, എവിടെ? 5 or 10 അപ്പൂപ്പൻ താടികളെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ. ഇത്രയല്ലല്ലോ മോനെ ഞാൻ കാറ്റിൽ പറത്തിവിട്ടത്, ബാക്കി എവിടെ? അത് കിട്ടിയില്ല സ്വാമിജി. അപ്പോൾ സ്വാമിജി വളരെ ലളിതമായി കൊണ്ട് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ, ഇതുപോലെയാണ് ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയെപ്പറ്റി നീ പരദൂഷണം പറയുമ്പോൾ അത് വിശ്വസിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ഈ ലോകത്ത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നവനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അവനവൻ്റെ കുറ്റങ്ങളും കുറവുകളും ആരും തന്നെ തിരിഞ്ഞ് നോക്കാറില്ല ഈ കാലത്ത്. ഈ ദാമുവിന് ദാമു ചെയ്ത കാര്യങ്ങൾ അപ്പോഴാണ് മനസ്സിലാകുന്നത്. ആ സ്വാമിജിയുടെ ആശ്രമത്തിൽ നിന്ന് നടക്കുമ്പോൾ
ദാമു ഒരു പ്രതിജ്ഞയെടുത്തു. സ്വാമിജി, ഇനി ഞാൻ ഈ ലോകത്ത് ഒരാളെപ്പറ്റിയും പരദൂഷണം പറയില്ല. സ്വാമിജിയെയും സ്വാമിജി പൂജിക്കുന്ന വിഗ്രഹത്തെയും തൊഴുതുകൊണ്ട് ദാമു സത്യം ചെയ്തു. ഇത്തരത്തിലുള്ള ദാമുമാർ നമുക്കിടയിലും ഉണ്ട്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാനല്ല ആരും ശ്രദ്ധിക്കുന്നത്. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും, തൊട്ട് അയൽവക്കത്തെ ആയാലും മറ്റുള്ളവരെ നമ്മൾ അറിയുന്നവരായാലും ശരി, അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ദാമുമാർ ലോകത്ത് എവിടെയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ കൊച്ചു കഥ അപ്പൂപ്പൻ താടികൾ പോലെ എന്ന ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.